KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മറയാക്കി ജീവനക്കാരുടെ വലിയ തട്ടിപ്പ്. പുരുഷ യാത്രക്കാർക്ക് സീറോ വാല്യൂ ടിക്കറ്റ് നൽകി പണം തട്ടിയ 3 കണ്ടക്ടർമാർ മിന്നൽ പരിശോധനയിൽ പിടിയിലായിരിക്കുന്നു. കണ്ടക്ടർമാർക്ക് നോട്ടീസ് നൽകിയ അധികൃതർ ബസ്സുകളിൽ പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചു. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് നടന്നത്. ഏത് നല്ല പദ്ധതി വന്നാൽ പോലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി അതിനെ പൊളിക്കുക എന്നത് ലക്ഷ്യമിടുകയാണോ ചിലർ എന്ന ചോദ്യമുണ്ട്. വിനിത, ഏറ്റവും പ്രധാനം ആ തട്ടിപ്പ് നടത്തുന്ന രീതിയാണ് എന്നുള്ളതാണ്. സാധാരണ ഇത്തരം കാര്യങ്ങൾ ടിക്കറ്റൊന്നും നോക്കാത്ത ആളുകൾക്കാണ് ഇവരിത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് പലതും പിടിക്കുകയും ചെയ്യാത്തത്. അപൂർവം ചില ആളുകൾ മാത്രമാണ് പരാതിപ്പെടുന്നതും. അങ്ങനെ തുടർച്ചയായ പരാതി ഉണ്ടായപ്പോഴാണ് ഇത് പിടിക്കപ്പെടുകയും ചെയ്തത്. അതായത് ഇങ്ങനെ ടിക്കറ്റൊന്നും നോക്കാൻ സാധ്യതയില്ലാത്തവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കും. പണം വാങ്ങിച്ചു കഴിഞ്ഞ് അവരുടെ കയ്യിലേക്ക് സീറോ ടിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. തീർന്നില്ല വിനീത, ഇത് പുറത്തു വന്നൊരു തട്ടിപ്പാണെങ്കിൽ മറ്റു തരത്തിലുള്ള വലിയ തട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിലൊന്ന്, ഒരു ബസ്സിൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചതായി കാണിച്ച് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് അങ്ങനെയുള്ള ടിക്കറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസെന്റീവ് കിട്ടും. അതിനുവേണ്ടി ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങിലേക്ക് പോകുന്ന ഒരു പ്രിയദർശിനി ബസ്സാണെന്ന് കരുതുക. അതിൽ യാത്ര ചെയ്യുന്ന ആൾ തൊട്ടടുത്ത് സ്റ്റാച്യൂയിൽ ഇറങ്ങിയാൽ പോലും അവർക്ക് കൊടുക്കുന്ന ടിക്കറ്റ് ഒരുപക്ഷെ ആറ്റിങ്ങിലേക്കുള്ള ടിക്കറ്റ് ആയിരിക്കും. അങ്ങനെ 100 പേരോ 200 പേരോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻസെന്റീവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് സാധാരണ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത സ്ത്രീകളുടെ കയ്യിലേക്കാണ് ഇത് കൊടുക്കുന്നത്. നേരത്തെ ആ രീതിയിലുള്ള തട്ടിപ്പ് പോലെ ഇങ്ങനെയുള്ള തട്ടിപ്പും നടക്കുന്നു എന്നുള്ളതാണ്. ഇത് അന്വേഷിച്ചപ്പോൾ പറയുന്നത് വിനീത, ഇത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം എതിർ യൂണിയനിൽപ്പെട്ട ആളുകൾ നടത്തുന്നുണ്ട് എന്നൊരു ആരോപണമായി ഉയർത്തുന്നുണ്ട്. എന്തു തന്നെയായാലും ഒരുപാട് സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമവും മറ്റു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഖേദകരം തന്നെയാണ്. ഏതായാലും പരിശോധന ശക്തമാക്കുന്നുണ്ട് ഓരോ ബസ്സിലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയദർശിനിയിലെ കണ്ടക്ടർമാരുടെ തട്ടിപ്പിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിച്ചത്. തട്ടിപ്പ് തെളിഞ്ഞാൽ പുറത്താക്കും സർവീസിൽ നിന്ന് എന്ന് തന്നെ